ഹലോ, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് പ്രസാദ്. മാസ്റ്റേഴ്സ് അക്കൗണ്ടൻസി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് റൂബിക്സ് ക്യൂബ്. റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുന്നതിനുള്ള ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു രീതിയുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. റൂബിക്സ് ക്യൂബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ടിട്ടുള്ള ഒരു പസിലാണിത്. അപ്പോ നമ്മുടെ മെമ്മറി പവർ കൂട്ടുന്നതിനും അതുപോലെ തന്നെ ബ്രെയിൻ എക്സസൈസിനൊക്കെ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗമാണ് ഈ റൂബിക്സ് ക്യൂബ് സോൾവ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത് ഹംഗേറിയൻ ശില്പിയും അതുപോലെ തന്നെ പ്രൊഫസറുമായ ഒരു ആർക്കിടെക്ചറൽ അധ്യാപകനുമായ റൂബിക് 1974 കണ്ടുപിടിച്ചതാണ്. അദ്ദേഹം തന്നെ ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചതാണ് ഈ റൂബിക്സ് ക്യൂബ്. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഓക്കെ, ഈ ഒറിജിനൽ ഒരു ക്ലാസിക് റൂബിക് ക്യൂബിന് 6 മുഖങ്ങളാണ് ഉണ്ടാവുക എന്നുള്ളത് അറിയാം. 6 ഫേസസ്. ഓരോ ഭാഗത്തും അതിൻ്റെതായ കളറുകൾ കൊണ്ടുവരണം അല്ലേ? അപ്പോ ഈ മഞ്ഞ കാണുന്ന നടുക്ക് സെൻട്രൽ മഞ്ഞ കാണുന്ന ഈ ഭാഗത്ത് മുഴുവനും മഞ്ഞ കളറായിരിക്കണം. ഈ മഞ്ഞയുടെ ഓപ്പോസിറ്റ് വരിക എപ്പോഴും വെള്ളയായിരിക്കും. അപ്പൊ ഇവിടെ മുഴുവനായിട്ടും വെള്ള കൊണ്ടുവരണം. ഈ നടുക്കുള്ള സെൻട്രൽ പീസ് ഒരിക്കലും മാറൂല. അങ്ങനത്തെ 6 പീസുകൾ ഉണ്ടാവും ഒറ്റ കളറുള്ള. അപ്പൊ നമ്മൾ മഞ്ഞയും വെള്ളയും നോക്കി. പിന്നെ ചുവപ്പ് അതിന്റെ ഓപ്പോസിറ്റ് വരിക ഓറഞ്ച് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഭാഗം മുഴുവൻ ഓറഞ്ച് കൊണ്ടുവരണം. അപ്പൊ ഒറ്റ കളറിലുള്ള നമ്മൾ നോക്കാനുള്ളത് നീലയുടെ ഓപ്പോസിറ്റ് വരിക പച്ചയായിരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കളറുള്ള 6 പീസസ് ഉണ്ടാവും. അതുപോലെ 2 കളറോട് കൂടിയ പീസസ് ഉണ്ടാവും. 2 കളറോട് കൂടിയ എഡ്ജ് പീസ് എന്ന് പറയുന്നത്. എഡ്ജ് പീസ് ഇതാണ് 1, 2, 3, 4 കണ്ടോ? അങ്ങനെ 12 എണ്ണം ഉണ്ടാവും. 12 എഡ്ജ് പീസ് ഉണ്ടാവും. പിന്നെ ഉണ്ടാവും അതിൽ കോർണർ പീസുകളാണ്. കോർണർ പീസ് പറഞ്ഞാൽ 3 കളറോട് കൂടിയ കോർണർ പീസുകളാണ് ഉണ്ടാവുക. അങ്ങനത്തെ 8 എണ്ണം ഉണ്ടാവും. ഓക്കെ, കോർണർ പീസ്. അപ്പൊ ഈ 3 കളറോട് കൂടിയ നമ്മൾ കോർണർ പീസ് എന്ന് വിളിക്കും. 2 കളറോട് കൂടിയതാ ഇതിനെ നമ്മൾ എഡ്ജ് പീസ് എന്ന് വിളിക്കും. പിന്നെ സെൻട്രൽ പീസ്. ഈ സെൻട്രൽ പീസ് ആണ് ഓരോ ഭാഗത്തെയും കളർ നിശ്ചയിക്കുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യമായിട്ട് ഒരു ബിഗിനർ എന്ന നിലയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് വെള്ള കാണുന്ന ഈ ഭാഗം വൈറ്റ് കളേർഡ് പീസുകൾ ഒപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ വൈറ്റ് കളേർഡ് പീസുകൾ ഒപ്പിക്കുന്നതിന് നമ്മൾ ആദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള മഞ്ഞ ഭാഗമല്ലേ, മഞ്ഞ കളർ വരുന്നത് സെൻട്രൽ വരുന്നത്, അവിടെ ഒരു പ്ലസ് ഇട്ടാക്കണം. വെള്ളയുടെ നടുക്ക് മഞ്ഞയും ബാക്കി പ്ലസ്സിൽ വരിക വെള്ള വെച്ചിട്ട്. അപ്പൊ അതിന് പ്രത്യേക മാർഗങ്ങളൊന്നുമില്ല. നമ്മൾ ആ വെള്ള നടുക്ക് വരുന്നത് എവിടെയാന്ന് നോക്കുക. അതൊന്ന് ഇവിടെ വരുന്നുണ്ട് അല്ലേ? അത് നേരെ മഞ്ഞയുടെ അടുത്തേക്ക് തിരിച്ചു കഴിഞ്ഞാൽ പ്ലസിന്റെ ഒരു ദളമായി. ഓക്കെ, ഇനി ഇവിടെയും വരണം, ഇവിടെയും വരണം. അതിന് നമ്മൾ നോക്കേണ്ടത് ഇവിടെ ഒരു വെള്ളം ഉണ്ടല്ലോ നടുക്ക്. അത് പറഞ്ഞ പോലെ നേരെ ഇങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ മഞ്ഞയുടെ അടുത്തെത്തിയല്ലോ. ഓക്കെ, അത് നമ്മളൊരു ബുദ്ധി ഉപയോഗിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അതിന് പ്രത്യേക ഇതൊന്നുമില്ല. പിന്നെ ഇവിടെ ഒരു വെള്ളം ഉണ്ടോ? ആ വെള്ളം നമുക്ക് നേരെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞാൽ അത് നടക്കൂല, ഇങ്ങനെ ആയി പോകും അല്ലേ? നമ്മൾ എന്ത് ചെയ്യാം? നേരെ ഈ ഭാഗത്തേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ മുകളിലുള്ള അതൊന്ന് തിരിച്ചു കഴിഞ്ഞാൽ എന്തായി? നേരത്തെ ഇതൊക്കെ ചെയ്ത പോലെയുള്ള പൊസിഷനായി. നേരെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇവിടെ എത്തി. ഇത് പ്രാക്ടീസ് ചെയ്യണേ. ഇത് ഈ വീഡിയോന്റെ കൂടെ അങ്ങ് ചെയ്തു പോയിട്ട് കാര്യമില്ല. ഓരോ സ്റ്റെപ്പ് എത്തിയിട്ട് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ഒരു 5-10 പ്രാവശ്യം ചെയ്ത് പഠിച്ചിട്ട് അടുത്ത് ചെയ്താൽ മതി. അങ്ങനെ പഠിക്കുള്ളൂ. ഇനി ഒരു ഭാഗം കൂടി ചെയ്യാണ്ട് അല്ലേ? ഒരു ദളം കൂടി ആവാണ്ട്. ഈ കോർണറിലുള്ള നോക്കണ്ട. അപ്പൊ ഇനി നടുക്ക് വെള്ള ഓക്കെ, എഡ്ജ് പീസിൽ വെള്ള വരുന്നത് ഇവിടെയാണ്. ഇതിനെ നേരെ ഇങ്ങോട്ട് തിരിച്ച് അവിടെ എത്തും. പക്ഷെ ഇവിടെ വെള്ളം ഉണ്ട്. അപ്പൊ ഓൾറെഡി വെള്ളം ഇല്ലാത്ത അത് നമ്മൾ
വെച്ചിട്ട് ഈ അടിഭാഗത്തുള്ള ഈ വെള്ള നടുക്കുള്ള വെള്ള നേരതാ ഞാൻ തിരിച്ചു കഴിഞ്ഞാൽ ഇവിടെ എത്തി. അപ്പൊ നോക്കൂ, നമുക്ക് ഈ കോർണറിലുള്ള രണ്ട് വെള്ളയും നോക്കണ്ട, ചിലപ്പോൾ അത് കിട്ടിയില്ല എന്നൊക്കെ വരും, അത് നമുക്ക് ആവശ്യമില്ല. ഇപ്പൊ മഞ്ഞയുടെ ഒരു പ്ലസ് ഉണ്ടാക്കി വെള്ള, അല്ലെ, മഞ്ഞ സെന്റർ വരുന്ന ബാക്കിയുള്ളത് വെള്ള ആയിക്കൊണ്ട് ഒരു പ്ലസ് ഉണ്ടാക്കി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിവിടെ അല്ല വേണ്ടത്, ഈ വെള്ള ഇവിടെ അല്ല വേണ്ടത്, നേരെ ഓപ്പോസിറ്റിലാണ് വേണ്ടത്. പക്ഷെ ഇവിടെ അത് ഉണ്ടാക്കാൻ കാരണം എന്താ വെച്ചാല് ഈ ഓപ്പോസിറ്റിൽ വരുമ്പോ വെള്ള ഇവിടേക്ക് വരുമ്പോ ഈ പീസ് മാച്ച് ചെയ്യണം. അപ്പൊ അതിന് ഇവിടുന്ന് മാച്ച് ചെയ്യിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നോക്ക്, ഇവിടെ ചോപ്പല്ലുള്ള വെള്ളയുടെ സൈഡില് ചോപ്പല്ലുള്ള, അപ്പൊ ആ ചോപ്പ് നമുക്ക് എന്ത് ചെയ്യാം, സെൻട്രൽ പീസ് എവിടെയാ ചോപ്പ് വരുന്നത്, അതാ സെൻട്രൽ പീസ് ചോപ്പ് വരുന്നിടത്തിലേക്ക് അതിനെ മാച്ച് ചെയ്യിപ്പിച്ച് വെക്കുക. എന്നിട്ട് നേരെ 180 ഡിഗ്രിയിൽ തിരിച്ചു കഴിഞ്ഞാൽ വെള്ളയുടെ അടുത്തെത്തി. ഓക്കെ, വെള്ളയുടെ അടുത്തെത്തുമ്പോ ഈ നമ്മളിപ്പോ ശരിയാക്കിയ എഡ്ജ് പീസ് ഉണ്ടല്ലോ വെള്ളയുടെ, അതിന്റെ മറ്റേ കളർ, രണ്ടാമത്തെ കളർ ചോപ്പാണ്. ആ ചോപ്പ് ഈ സെൻട്രൽ പീസായിട്ട് മാച്ച് ആവുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. ഇനിയുള്ളത് ഇവിടെ ഓറഞ്ച് ആയിട്ട് കോമ്പിനേഷനുള്ള വെള്ള പീസാണ്. അപ്പൊ ഓറഞ്ച് ഓൾറെഡി ഇവിടെ എന്താണ്, സെൻട്രൽ ഓറഞ്ചുമായിട്ട് മാച്ച് ചെയ്ത് നിൽക്കുകയാണ്. ചിലപ്പോൾ മാച്ച് ചെയ്യാണ്ടായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, തിരിച്ചിട്ട് ഓറഞ്ച് സെന്ററുമായിട്ട് മാച്ച് ചെയ്യിപ്പിച്ചിട്ട് നേരെ 180 ഡിഗ്രിയിൽ തിരിച്ച് വെള്ളയുടെ എടുത്ത് കൊണ്ടുവരാം. അപ്പൊ വെള്ളയുടെ ഈ ഓറഞ്ച് കോമ്പിനേഷൻ അവിടെ വന്നു, വെള്ള ഇവിടെ ഓറഞ്ച്. ഓക്കെ, നേരെ തിരിച്ചു നോക്കി കഴിഞ്ഞാൽ ഇനിയുള്ളത് നീല അപ്പോൾ ഓൾറെഡി സെൻട്രൽ പീസായിട്ട് കോമ്പിനേഷൻ ആയി കിടക്കുകയാണ്, അല്ലെ. നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നാൽ മതി. ഇവിടെ എത്തിയേ. ഇനി ഒറ്റ പീസ് കൂടിയേ ഉള്ളൂ, അത് പച്ച. വെള്ളയുടെ സൈഡ് വരുന്നത് പച്ച. അപ്പൊ ഈ പച്ച ഓൾറെഡി ഇപ്പൊ മാച്ച് ചെയ്ത് കിടക്കുകയാണ്. ചിലപ്പം മാച്ച് ചെയ്യാണ്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക, നേരെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇതിനൊന്ന് പച്ച സെന്ററുമായിട്ട് മാച്ച് ചെയ്യിപ്പിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇവിടെ വെള്ളയുടെ ഒരു പ്ലസ് കിട്ടി. ഈ വെള്ളയുടെ പ്ലസ് കിട്ടിയത് ശരിയാവും വേണം, കറക്റ്റ് ഇങ്ങനെ ഒരു പ്ലസ് മാത്രം കിട്ടിയാൽ പോരാ. അതിന്റെ ആ പ്ലസ്സിൽ വരുന്ന എഡ്ജ് പീസ്, വെള്ളയുടെ എഡ്ജ് പീസിന്റെ രണ്ടാമത്തെ കളറ് അതിന്റെ സെൻട്രൽ പീസുമായിട്ട് മാച്ച് ചെയ്യണം. ഓക്കെ, ഇവിടെ മാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ വെള്ളയുടെ എഡ്ജ് പീസിലെ രണ്ടാമത്തെ കളർ ചോപ്പാണ്, ചോപ്പ് എടുത്ത് ചോപ്പായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്. ഇവിടെ പച്ച മാച്ച് ചെയ്യുന്നുണ്ട്, ഇവിടെ ഓറഞ്ച് മാച്ച് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ബാക്കിയുള്ള 4 കോർണർ പീസുകൾ ശരിയാക്കുക എന്നുള്ളതാണ്. ഓക്കെ, ഈ കോർണർ പീസുകൾ ശരിയാക്കണമെങ്കിൽ കോർണർ പീസ് തന്നെ വേണമല്ലോ, 3 കളറുള്ള പീസ് തന്നെ വേണമല്ലോ, വേണ്ടേ? അപ്പൊ 3 കളറുള്ള പീസുകൾ മാത്രമേ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ, കോർണർ പീസുകൾ മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. കോർണർ പീസിൽ വെള്ളമുള്ള പീസ് ആയിരിക്കണം, അല്ലെ, വൈറ്റ് കളറുള്ള പീസ് ആയിരിക്കണം. ആ വൈറ്റ് കളറുള്ള പീസ് ഏറ്റവും അടിയിൽ ഏതാ വരുന്നത് നോക്കുക. ഇവിടെ ഓൾറെഡി ഒന്ന് വന്ന് കിടക്കുന്നുണ്ട്, അല്ലെ, ഒരു വെള്ളം വന്ന് കിടക്കുന്നുണ്ട്. അപ്പൊ അതിനെ മാറ്റുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം, ഈ അതിന്റെ മറ്റു 2 കളറുകളില്ലേ അത് മാച്ച് ആവണം. അപ്പൊ ഈ വെള്ള പീസ് ഇവിടേക്കാണ് മാറ്റുന്നതെങ്കിൽ ഇവിടെ ഓറഞ്ച് അല്ലേ ഉള്ളത്, അപ്പൊ ഇവിടെ ഓറഞ്ച് വരണം, ഇവിടെ നീലല്ലേ ഉള്ളത്, ഇവിടെ നീല വരണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ അടിയിൽ കിടക്കുന്ന വെള്ള പീസിനെ അതിന്റെ ഇതുമായിട്ട് മാച്ച് ചെയ്യിപ്പിച്ചിട്ട് ചെയ്താൽ മതി. ഇവിടെ കണ്ടോ, ഇവിടെ സെൻട്രൽ പച്ചയല്ലേ, ഈ വെള്ളയുടെ ഈ സൈഡ് കാണുന്നത് ഏതാ, പച്ചയല്ലേ, പച്ച സെൻട്രൽ പീസുമായിട്ട് ഒന്ന് ക്രോസിൽ മാച്ച് ചെയ്യിപ്പിക്കാം. മൂന്നാമത്തെ കളർ നമ്മളിപ്പോ നോക്കണ്ട, ഓൾറെഡി ഓട്ടോമാറ്റിക് ആയിട്ട് അത് മാച്ച് ആയിട്ട് വരും, ഒന്ന് നോക്കിയാൽ മതി. അപ്പൊ വെള്ളയുടെ സൈഡ് ഈ സൈഡിലുള്ള അടിഭാഗത്തുള്ള സൈഡിലുള്ള പീസ് പച്ചയാണ്, ആ പച്ച നമ്മളെ സെൻട്രൽ പീസുമായിട്ട് ക്രോസിൽ മാച്ച് ചെയ്യിപ്പിച്ചു. ഇനി എങ്ങനെ ഈ വെള്ള കളർ നേരെ ഇവിടേക്ക് എത്തിക്കണം, അതെങ്ങനെ ചെയ്യാൻ നോക്കുക. ഈ വെള്ള കളറിനെ നമ്മളൊന്ന് ജസ്റ്റ് സ്ഥലം മാറ്റി, എന്നിട്ട് എത്തിക്കേണ്ട സ്ഥലം ഇതല്ലേ, അതിനെ ഇങ്ങോട്ട് മാറ്റി പിടിച്ചിട്ട് ഈ സ്ഥലം മാറ്റിയ വെള്ളം ഇപ്പൊ ഇവിടെ ഉണ്ട്, അതിനെ നേരെ തിരിച്ചിങ്ങോട്ട് തന്നെ ആക്കി, നേരതാ കണ്ടാ ചെയ്താണ്ടോ. അപ്പൊ എന്തായി സംഭവിച്ചു, വെള്ളം ഇവിടെ കോർണറിൽ വന്നു, ചോപ്പ് സെൻട്രലിലുള്ള ചോപ്പിന് ഈ ഭാഗം മുഴുവൻ നമുക്ക് ചോപ്പാ കൊണ്ടുവരുന്നുണ്ട്, സെൻട്രലിലുള്ള കളർ ഏതാണോ അതാണ് ഈ ഭാഗം മുഴുവൻ കൊണ്ടുവരുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ലെയർ ആണ് ഇപ്പൊ നോക്കുന്നത്. അപ്പൊ ഫസ്റ്റ് ലെയറിൽ ഇവിടെ ചോപ്പ് വന്നു, ഇവിടെ സെൻട്രൽ പീസിന് പച്ച ഇവിടെ വന്നു. ഓക്കെ, അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലായി ഉണ്ടാവില്ല, ഒന്നും കൂടി നോക്കുക. അടുത്ത് ഇനി 3 കോർണർ കൂടി ശരിയാക്കാണ്ടല്ലോ, ഒന്നും കൂടി നോക്കുക. ഇനിയിപ്പോ അടിയിൽ ഇവിടെ എന്തുണ്ട്,
ഇവിടെ ഒരു വെള്ള കളർ ഉണ്ട്, കോർണർ പീസ് ഇവിടെ ഉണ്ട് അല്ലെ, വെള്ള കളറുള്ള കോർണർ പീസ് ഉണ്ട്. അപ്പൊ ആ കോർണർ പീസിന്റെ തൊട്ട് സൈഡിലുള്ള കളർ, അടിയിലുള്ള കളറല്ല സൈഡിലുള്ള കളർ എന്തുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക, സെൻട്രൽ പീസുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക. അവിടെ ഓൾറെഡി മാച്ച് ചെയ്തിട്ടാണ് കിടക്കുന്നത്. ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാകുക. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഓറഞ്ച് കളറിന് സൈഡിൽ ഓറഞ്ച് കളറല്ലേ, ആ ഓറഞ്ച് കളറിന് സെൻട്രൽ പീസ് ഓറഞ്ച് എവിടെയാണോ അവിടെയായിട്ട് മാച്ച് ചെയ്യിപ്പിക്കാം. മാച്ച് ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതാ ഇപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ വൈറ്റ് നേരെ ഇവിടേക്ക് കൊണ്ടുവരണം. അത് ചെയ്യാൻ പോകുന്ന ഒന്നുകൂടി നോക്കിക്കോളൂ. ഈ വൈറ്റിനെ ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. അപ്പൊ അവിടെ വൈറ്റ് ഈ റൈറ്റ് സൈഡിലാണുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, നേരെ ഇങ്ങോട്ട് തിരിച്ചു വെക്കുക. റൈറ്റ് സൈഡിലാണെങ്കിൽ നേരെ ലെഫ്റ്റിലോട്ട് തിരിച്ചു വെക്കുക. എന്നിട്ട് കൊണ്ടുപോകേണ്ട സ്ഥലം ഇവിടേക്കല്ലേ, അതിന് ഇങ്ങോട്ട് റീപ്ലേസ് ചെയ്യാം. ഇതാ അപ്പൊ ഇവിടെ എത്തി. അപ്പൊ നമ്മൾ നേരത്തെ വെള്ള ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ആ മാറ്റി വെച്ച വെള്ള വീണ്ടും തിരിച്ച് പഴയ പടി തന്നെയാക്കി. ഓക്കെ. എന്നിട്ട് നമ്മൾ നേരെ മുകളിലോട്ട് സെൻട്രൽ പീസ് വൈറ്റ് പീസിന്റെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവിടെ കണ്ടോ, വെള്ള ഇവിടേക്ക് തന്നെ വന്നു. ഇവിടെ നീല മാച്ചായി, ഇവിടെ ഓറഞ്ച് മാച്ചായി. ഓക്കെ. ഇതിന് അൽഗോരിതംസ് ഒക്കെ ഉണ്ട്. നമ്മളതിൽ കുറച്ച് ഭാഗം അൽഗോരിതം ഇവിടെ ഒഴിവാക്കിയിട്ടാണ് പഠിക്കുന്നത്. മാക്സിമം മനസ്സിലാക്കി പഠിക്കാൻ പറ്റുന്നത് മനസ്സിലാക്കി പഠിക്കുക. പിന്നെ ലാസ്റ്റ് ലെയറിൽ മാത്രമേ നമ്മൾ അൽഗോരിതം യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഇനി അടുത്ത 2 കോർണർ പീസും കൂടി ശരിയാവാണ്ട്, വെള്ള ആവാണ്ട് അല്ലെ. ഇനി അടിഭാഗത്ത് അടിയിലെ കോർണറിൽ എവിടെയാ വെള്ളമുള്ള, അയ്യോ ഒന്നും വെള്ളമുള്ള ഇല്ല അല്ലെ. അപ്പൊ വെള്ളം എവിടെ പോയി, സൈഡിൽ എവിടെ ഇല്ല. അപ്പൊ അടിഭാഗത്തുണ്ട്. ഓക്കെ, ഇവിടെ ഉണ്ട്. അപ്പൊ ഈ വെള്ളയെ നമുക്ക് ഈ ഭാഗത്തേക്ക് ആക്കണം. വെള്ള ഇതിന്റെ നേരെ അടിഭാഗത്താണ്. അതിന് നമ്മൾ എന്ത് ചെയ്താൽ അറിയോ, ഇതാ ഒന്ന് തിരിച്ചിട്ട് ഇവിടെ ഇപ്പോ ഒന്നുമില്ലാത്ത വെള്ളമൊന്നും ഇല്ലാത്തതിനെ നേരെ അടിയിലാക്കി വെച്ചു. എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇതാ ഒന്ന് ഇങ്ങനെ ആക്കിയിട്ട് ആ താഴത്തെ ലെയറിലേക്ക് മാറ്റിയിട്ട് തിരിച്ചു. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ആ വെള്ളയുടെ അടിഭാഗത്തുള്ള പൊസിഷൻ ഒന്ന് മാറ്റി. മുകളിൽ മാറ്റങ്ങളൊന്നും വരുത്തിയില്ല അല്ലെ. വെള്ളയുടെ അടിഭാഗത്തുള്ള പൊസിഷൻ ഒന്ന് മാറ്റി. ഇനി ആ നേരത്തെ ചെയ്ത പോലെ തന്നെ വെള്ള ഇവിടെ ഓൾറെഡി വെള്ളയുടെ സൈഡിലുള്ള പച്ച ഇവിടെയുള്ള നടുക്കുള്ള പച്ചയായിട്ട് മാച്ച് ചെയ്താണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ വലതു ഭാഗത്തുള്ള ഇടത്തോട്ട് തിരിച്ചിട്ട് പൊസിഷൻ ഒന്ന് മാറ്റി. എന്നിട്ട് ഈ വെള്ള വരണ്ട ഭാഗം നേരെ ആ പൊസിഷനിലേക്ക് മാറ്റി, എന്നിട്ട് ശരിയാക്കി വെച്ചു. ഓക്കെ. ഇനി ഒറ്റ ഒന്നും കൂടിയാണ് ഇവിടെ റെഡി ആവാനുള്ളത്. അപ്പൊ ആ റെഡി ആവാനുള്ള പീസ് ഇവിടെ തന്നെ ഉണ്ട് അല്ലെ. അതിനെ നമുക്ക് താഴോട്ടൊന്ന് മാറ്റണം. മാറ്റാണ് ഒന്നും ചെയ്യാനല്ല, ഒന്ന് ആക്കിയിട്ട് ആ പൊസിഷൻ ഒന്ന് മാറ്റി നേരെ തിരിച്ചു കഴിഞ്ഞാൽ താഴെ എത്തി. ഓക്കെ. അങ്ങനെ താഴെ ഉള്ള കോർണർ ആക്കി മാറ്റണം. താഴെയുള്ള കോർണർ പീസ് ആക്കി മാറ്റിയിട്ട് വെള്ള താഴത്തേക്ക് കൊണ്ടുവന്നിട്ട് ഇങ്ങനെയുള്ള ഈ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാം, അതിന്റെ സൈഡിലുള്ള കളർ ഏതാണോ ആ കളർ സെന്ററുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കാം. ഇപ്പൊ മാച്ച് ചെയ്തു. ഓക്കെ, സെന്ററുമായിട്ട് മാച്ച് ചെയ്തു. ഇവിടെ വെള്ളം ഉണ്ട്. ഇനി നമ്മൾ ഇതിനെ വെള്ളേനെ നേരെ മുകളിലോട്ട് കൊണ്ടുപോകണം. നേരെ മുകളിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ഈ വെള്ളയുടെ പൊസിഷൻ ഒന്ന് മാറ്റി. ഇവിടെ ഇപ്പൊ ലെഫ്റ്റ് സൈഡിലാണ് ഇവിടെ വെള്ളം ഉള്ളത്. റൈറ്റിലോട്ട് മാറ്റിയിട്ട് പൊസിഷൻ ഒന്ന് മാറ്റി. പൊസിഷൻ മാറ്റിയിട്ട് കൊണ്ടുപോകേണ്ട ഭാഗം ആ പഴയ പൊസിഷനിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് പഴയ പടി തന്നെ മാറ്റി തിരിച്ചൊന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതായി. അപ്പൊ എന്തായി, നമ്മളെ വൈറ്റ് പീസ് ആ വെള്ള വരേണ്ട സൈഡ് ക്ലിയർ ആയി. പിന്നെ അതുമല്ല, ഇവിടെ സെന്റർ പീസുള്ള ആ നീല കളർ മുകളിലെ ലെയർ മുഴുവൻ നീലയായി. ഇവിടെ സെന്ററിൽ ചുവപ്പാണുള്ളത്, അപ്പൊ മുകളിലെ ലെയർ മുഴുവൻ ചുവപ്പായി. ഇവിടെ സെൻട്രൽ പച്ചയാണുള്ളത്, അപ്പൊ മുകളിലെ ലെയർ മുഴുവൻ പച്ച. ഇവിടെ മൊത്തം പച്ച കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ മുകളിലെ ലെയർ മാത്രമാണ് നമ്മളിപ്പോ ഈ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത്. ഓക്കെ. അപ്പൊ നമ്മുടെ ഒരു ലെയർ കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് രണ്ടാമത്തെ ലെയർ ശരിയാക്കാം. രണ്ടാമത്തെ ലെയർ എന്ന് പറഞ്ഞാല് ഈ സെൻട്രൽ കൂടി കാണുന്ന ഈ ലെയർ, ഇതില് ഈ സെൻട്രൽ കളർ ഏതാണോ അത് മറ്റു 2 എഡ്ജ് പീസും ആവണം. ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഇവിടെ പച്ചയല്ലേ, ഇവിടെയും പച്ചയാവണം, ഇവിടെയും പച്ചയാവണം. ഇവിടെ ഓൾറെഡി പച്ച തന്നെയാണ്, പക്ഷെ ഇവിടെ സെൻട്രൽ പീസ് ഓറഞ്ച് അല്ലേ. അപ്പൊ ഇവിടെ ഓറഞ്ചും പച്ചയും അടങ്ങിയ എഡ്ജ് പീസ് ആണ് ഇവിടെ വരേണ്ടത്. ഓക്കെ. അപ്പൊ ഇത് തെറ്റാ. അതുപോലെ നമ്മൾ മാറ്റണം. അപ്പൊ എഡ്ജ് പീസുകളാണ് ഇങ്ങോട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടത്. ആകെ 4 എഡ്ജ് പീസുകൾ കൊണ്ടുപോകാൻ മതി. ഒന്ന് ഇത് ഈ എഡ്ജ് പീസുകൾ അത് എവിടുന്ന് കൊണ്ടുവരണം, മുകൾ ഭാഗം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഫസ്റ്റ് ലെയർ
റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അത് മുകളിലോട്ട് പിടിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ എഡ്ജ് പീസ് ഇനി എവിടുന്ന കൊണ്ടുവരേണ്ടാവുക? അടിഭാഗത്ത് നിന്ന് അല്ലെ, താഴെ മൂന്നാമത്തെ ലെയറിലുള്ള എഡ്ജ് പീസ്, കോർണർ പീസ് അല്ല, എഡ്ജ് പീസ് ഈ ഭാഗങ്ങളിലേക്ക് കൊണ്ടുവരെ ഈ രണ്ടാമത്തെ ലെയർ ശരിയാക്കേണ്ട ഇതിനാവശ്യമുള്ളൂ. അപ്പോൾ അത് ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിനു വേണ്ടി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ മുകളിൽ വെള്ളയാണ്, അടിഭാഗം ഫുള്ള് വരേണ്ടത് മഞ്ഞയാണ്. അപ്പൊ ഈ എഡ്ജ് പീസിൽ മഞ്ഞ അടങ്ങിയ എഡ്ജ് പീസ് നമ്മൾ ഈ ഭാഗത്തേക്ക് കൊണ്ടുവരണമെന്നില്ല. കാരണം ഈ രണ്ടാമത്തെ ലെയറിൽ എവിടെയും മഞ്ഞ വരില്ല. അപ്പൊ മഞ്ഞ അടിയിൽ തന്നെ ഈ ഭാഗത്താണ് മഞ്ഞ വരുന്നത്. അപ്പൊ എഡ്ജ് പീസിൽ ഇപ്പൊ ഇത് ഈ എഡ്ജ് പീസിൽ മഞ്ഞയും പച്ച അടങ്ങിയ എഡ്ജ് പീസ് അത് ഇത് ഈ ഭാഗത്തേക്ക് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അത് നമ്മൾ അതില്ലാത്ത എഡ്ജ് പീസ് ഏതാന്ന് നോക്കുക. അപ്പൊ ചുവപ്പ് നീല, ഈ ചുവപ്പ് നീല അടങ്ങിയ എഡ്ജ് പീസ് അതിന് നമ്മൾ എന്ത് ചെയ്യുക? ഒന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ചുവപ്പ് സെൻട്രലുള്ളത് എവിടെയാണോ അവിടേക്ക് മാച്ച് ചെയ്യിച്ചു വെക്കുക. അപ്പൊ ചുവപ്പ് ഇവിടെ ചുവപ്പ് തന്നെ അല്ലെ, അടിയിൽ നീലയാണുള്ളത്. ഈ നീല ഏത് ഭാഗത്തേക്കാണ് പോകേണ്ടത്? ഈ ഭാഗത്തേക്കാണ് വരേണ്ടത്. ഈ ഭാഗത്തേക്ക് വരിക എന്ന് പറയുമ്പോൾ ഈ എഡ്ജ് പീസ് ആണ് മാറേണ്ടത്. ഈ എഡ്ജ് പീസ് മാറിയിട്ട് ഈ എഡ്ജ് പീസ് ആവണം. ഇതിനെ നേരെ എടുത്ത് ഇങ്ങോട്ട് വെക്കണം. അത് ചെയ്യേണ്ടത് നോക്കിക്കോളൂ, സിമ്പിൾ സ്റ്റെപ്പാണ്. നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇതിപ്പോ വലത്തോട്ടല്ലേ പോകേണ്ടത്. ഈ എഡ്ജ് പീസ് വലത്തോട്ട് പോകണം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ജസ്റ്റ് ഒന്ന് ഇടത്തോട്ട് തിരിക്കാം. ഓക്കെ, ഇടത്തോട്ട് തിരിച്ചിട്ട് നമുക്ക് പോകേണ്ട ഭാഗം വൈറ്റ് ഒന്ന് മുമ്പോട്ടാക്കിയിട്ട്, എന്നിട്ട് ഇപ്പൊ നമ്മൾ ചെയ്ത രണ്ട് സ്റ്റെപ്പ് ഒന്ന് തിരിച്ചു ചെയ്യാം. ഇത് ഫസ്റ്റ് ഇങ്ങോട്ട് ഇടത്തോട്ട് തിരിച്ചത് വലത്തോട്ട് തിരിക്കുന്നു, വെള്ള മുമ്പോട്ടാക്കി വെച്ചത് വീണ്ടും പഴയപടിയാക്കുന്നു. ഓക്കെ, ഈ ഒരൊറ്റ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ വെള്ള എന്തായി? തെറ്റിപ്പോയി. ഓക്കെ, മുകളിലുള്ള വെള്ള തെറ്റി. ഇനി ആ വെള്ളം ഇവിടെ കാണാം. അത് നേരത്തെ ചെയ്തതുപോലെ വെള്ളം ശരിയാക്കിയാൽ മതി. ഇത് ഇവിടേക്ക് മാറ്റിയാൽ മതി. ഇത് ഇവിടേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാ വെച്ചാൽ ഇതാ വെള്ള വലത്തോട്ട് തിരിച്ച് നേരത്തെ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തതാണ്. ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചു? നമ്മളിവിടെ ചുവപ്പ് നീല പീസ് ഇതാ ഇങ്ങോട്ട് വന്നു. ഇവിടെ ചുവപ്പായി, ഇവിടെ നീലയായി. അത് കറക്റ്റ് ആയത് കണ്ടോ? ഒന്നും കൂടി നോക്കാം. ഇതില് അടിയിൽ എഡ്ജ് പീസിൽ മഞ്ഞ ഇല്ലാത്ത പീസ് ഇതാ ഒരു ഓറഞ്ചും പച്ചയും കാണുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഓറഞ്ച് എവിടെയാണോ ഉള്ളത് അതുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക. ഓക്കെ, ഓറഞ്ച് ആയിട്ട് മാച്ച് ചെയ്യിപ്പിച്ചു. ഇനി പോകേണ്ടത് ഏതാ? പച്ചയാണ് അല്ലെ. പച്ചയാണ്. ഇവിടെ പച്ചയല്ലേ ഓറഞ്ചിന്റെ കൂടെ ഉള്ളത്. ഈ പച്ച നമുക്ക് പോകേണ്ടത് ഇങ്ങോട്ട് വലത്ത് ഭാഗത്തോട്ട് തന്നെയാണ്. അപ്പൊ നോക്കിയാ ഇടത്തോട്ട് തിരിക്കുന്നു, പോകേണ്ട ഭാഗത്തുള്ള വൈറ്റ് മുമ്പോട്ടാക്കി വെക്കുന്നു. പിന്നെ ഇപ്പൊ ചെയ്ത പ്രോസസ്സ് തിരിച്ചു ചെയ്യുന്നു. അതാ, അപ്പൊ നമ്മൾ ഇവിടുത്തെ വെള്ള മിസ്സായി. ആ മിസ്സായ വെള്ള ജസ്റ്റ് അതിന്റെ തൊട്ടടി തന്നെ ഇവിടെ കാണാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത പോലെ ഈ വെള്ളയെ നേരെ ഇങ്ങോട്ട് തന്നെ ആക്കണം. അത് നമ്മൾ ഇതാ ഈ അടുത്ത ഭാഗത്താണ് ഇതുള്ളത്. നമ്മൾ വലത്തോട്ട് തിരിച്ച് വെള്ള മാറ്റി വെച്ചു. ആക്കേണ്ട ഭാഗം താഴോട്ടാക്കി ആ വെള്ള തിരിച്ച് യഥാസ്ഥാനത്ത് തന്നെ വെച്ചിട്ട് കറക്റ്റ് ആക്കി വെച്ചു. ഓക്കെ, അപ്പോൾ നമ്മളെ ഓറഞ്ച് പച്ച അതും റെഡി ആയതാണ് അല്ലേ. ഇനി നമ്മൾ അടിയിൽ ഏതൊക്കെയാ കളർ ഉള്ളത് നോക്കുക. അടിഭാഗത്ത് ഇതാ നീല, ഓറഞ്ചും നീലയും വരുന്നൊരു എഡ്ജ് പീസ് ഉണ്ട്. അത് നമ്മൾ ഓറഞ്ചിന്റെ മാച്ച് ചെയ്യിപ്പിച്ചു വെച്ചു. ഓക്കെ, ഓറഞ്ചിന് മാച്ച് ചെയ്യിപ്പിച്ചു വെച്ചു. ഇവിടെ ഓറഞ്ച് ഫുള്ള് റെഡി ആയി നമ്മൾ വിചാരിക്കും അല്ലെ, ഇവിടെ രണ്ടാമത്തെ ലെയറിൽ. പക്ഷെ ഓറഞ്ചിന്റെ ഇവിടെ മഞ്ഞയുള്ള മഞ്ഞ ഒരിക്കലും ഈ ലെയറിലേക്ക് വരേണ്ടതല്ല. ഓറഞ്ചും മഞ്ഞ അടങ്ങിയത് ഇവിടേക്ക് വരേണ്ടതാണ്. അപ്പൊ ഇതിനെ ഇങ്ങോട്ട് മാറ്റണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം? ഈ ഓറഞ്ചും നീല അടങ്ങിയ പീസ് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റണം. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അത് ലെഫ്റ്റ് സൈഡിലേക്ക് മാറ്റേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാ? വലത്തോട്ട് തിരിച്ച് നമുക്ക് മാറ്റേണ്ട സൈഡിലുള്ള ആ ലെയറിനെ ജസ്റ്റ് മുമ്പോട്ട് തിരിച്ചിട്ട് നേരത്തെ ചെയ്ത രണ്ട് സ്റ്റെപ്പും ഒന്ന് തിരിച്ചു ചെയ്യാം. വലത്തോട്ട് തിരിച്ചത് ഇവിടെ ഇപ്പം ഇങ്ങോട്ട് തിരിച്ചില്ലായിരുന്നു, അത് തിരിച്ചിങ്ങോട്ട് തന്നെ ആക്കി ഈ ലെയർ തിരിച്ച് പഴയപടി തന്നെ ആക്കി. അപ്പൊ എന്ത് സംഭവിച്ചു? ഇവിടെയുള്ള വെള്ളം നഷ്ടപ്പെട്ടു. ആ വെള്ള ജസ്റ്റ് അതിന്റെ അടിയിൽ ഇവിടെ തന്നെ കാണും. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്താൽ മതി? ശരിയാക്കി വെച്ചാൽ മതി. ശരിയാക്കി വെക്കുക എന്ന് പറയുമ്പോൾ ഇത് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്തത് കാര്യമാണ് അല്ലേ. ഓക്കെ, ഇനി നമുക്ക് അവിടെ ഒറ്റ കീ മാത്രം റെഡി ആവാനേ ഉള്ളൂ. ഒറ്റ പീസ് മാത്രമേ റെഡി ആവാനുള്ളൂ. അതിന്റെ കീ താഴെ എവിടെ ഉണ്ടോ നോക്കുക.
എന്താ പച്ച ചുവപ്പ്. പച്ച അത് എന്താക്കി വെച്ചു, പച്ചയുടെ മാച്ച് ചെയ്ത് വെച്ചിട്ട് ചുവപ്പാണ് പച്ചയ്ക്ക് കോമ്പിനേഷൻ ആയിട്ടുള്ളത്. ചുവപ്പ് പോകേണ്ടത് ഈ സൈഡിലേക്കാണ്, അതായത് റൈറ്റ് സൈഡിലേക്കാണ്. അപ്പൊ നമ്മൾ ലെഫ്റ്റ് തിരിച്ചു. ഓക്കെ, അപ്പൊ ഇവിടെ മിസ്സായ വെള്ള ഒന്ന് കറക്റ്റ് ആക്കി വെക്കുകയാണെങ്കിൽ അത് ശരിയായി. അപ്പൊ നിങ്ങൾ നോക്കൂ, 1 2 3 4 സൈഡും ഇവിടെ കറക്റ്റ്. അപ്പോ രണ്ടാമത്തെ ലെയർ കറക്റ്റ് ആക്കുന്നത് വലിയ പ്രശ്നമുള്ള ഒരു കാര്യമല്ല. പക്ഷെ അത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ, പ്രാക്ടീസ് ചെയ്യണം. ഇതില് ചിലപ്പോൾ രണ്ടാമത്തെ ലെയർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ അടിഭാഗത്തുള്ള എഡ്ജ് പീസ് ആണല്ലോ ഇങ്ങോട്ടൊക്കെ കൊണ്ടുവരേണ്ടത്. അപ്പൊ ഈ അടിഭാഗത്തുള്ള എഡ്ജ് പീസിൽ എല്ലാത്തിലും 4 എണ്ണത്തിലും മഞ്ഞ കലർന്നതായിരിക്കും. കണ്ടോ, ഇതിൽ മഞ്ഞ, ഇതിലിവിടെ മഞ്ഞുണ്ട്, ഇവിടെ മഞ്ഞുണ്ട്, ഇതിലും മഞ്ഞുണ്ട്. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ മഞ്ഞ കലർന്ന എഡ്ജ് പീസ് ഈ ഭാഗത്തേക്ക് വന്നിട്ട് കാര്യമില്ലല്ലോ, ഇതിലേക്കൊന്നും വന്നിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഇതിപ്പോ ഒരു മഞ്ഞ കലർന്ന എഡ്ജ് പീസ് ആണ്, ഇത് തെറ്റായിട്ടാണല്ലോ കിടക്കുന്നത്. ഇവിടെ പച്ചയും ഇവിടെ ഓറഞ്ചും ആണല്ലോ വരേണ്ടത്, ഇത് തെറ്റായിട്ട് കിടക്കല്ലേ. അപ്പൊ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഈ എഡ്ജ് പീസിനെ ഇങ്ങോട്ട് കൊണ്ടുപോകണം. ഓക്കെ, അത് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ ഉള്ള എഡ്ജ് പീസിനെ അങ്ങോട്ട് കൊണ്ടുപോകണമെങ്കിൽ അല്ലേ. ഓക്കെ, അപ്പൊ എന്ത് സംഭവിച്ചു, നമ്മുടെ മഞ്ഞല്ലാത്ത ഒരു എഡ്ജ് പീസ് അടിഭാഗത്ത് വന്നു. ഇനി ഇത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ സൈഡ് ഒപ്പിച്ചിട്ട് ഏത് ഭാഗത്തേക്കാണോ മാറ്റേണ്ടത് അത് മാറ്റിയിട്ട് ചെയ്തു പോയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ ലെയർ മാത്രമേ ശരിയാക്കാനുള്ളൂ. മൂന്നാമത്തെ ലെയർ എന്ന് പറഞ്ഞാൽ, ഇനി ഞാൻ വൈറ്റ് കളേർഡ് ഭാഗം നേരെ അടിഭാഗത്തായിട്ട് പിടിക്കാം. ഇനി നമുക്ക് ശരിയാക്കാനുള്ള ഭാഗം ഏതാ, ഈ മൂന്നാമത്തെ ഈ ലെയർ. ഇതിന് ഞാൻ അൽഗോരിതംസ് യൂസ് ചെയ്തിട്ടാണ് ശരിയാക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അൽഗോരിതം യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് കുറച്ച് അതിന്റെ നൊട്ടേഷൻസ് ഒന്ന് പഠിക്കാം. ഈ റൂബിക്സ് ക്യൂബ് നമ്മുടെ നേരെ പിടിക്കുമ്പോൾ ഇത് ഫ്രണ്ട് സൈഡ് ആണ് അല്ലെ. അപ്പൊ ഈ ഫ്രണ്ട് സൈഡ് നമ്മൾ ക്ലോക്ക് വൈസിൽ തിരിക്കാം, ഒരു ക്ലോക്കിലെ സൂചി കറങ്ങുന്നത് പോലെ തിരിക്കാം. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ എഫ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ഇനി ഇത് ആന്റി ക്ലോക്ക് വൈസിലാണെങ്കിലോ, നേരെ തിരിച്ചാണെങ്കിലോ, ഇങ്ങനെയാണ് നമ്മൾ തിരിക്കുന്നതെങ്കിൽ ഇതിനെ നമ്മൾ എഫ് ഡാഷ് എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുക. ഓക്കെ, ഇനി ഇത് റൈറ്റ് സൈഡിലെ ലെയർ ആണ് അല്ലെ ഇത്. ഓക്കെ, ഇത് ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ഇതാ ക്ലോക്ക് വൈസിൽ ഇങ്ങനെയല്ലേ വരിക. അപ്പൊ ഇവിടെ തന്നെ ഫേസ് ആയി കഴിയുമ്പോൾ ഇത് ക്ലോക്ക് വൈസ് ഇതാ ആർ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ഓക്കെ, ഇനി ഇത് ആന്റി ക്ലോക്ക് വൈസ് തിരിക്കുകയാണെങ്കിലോ, ഇതാ ഇങ്ങനെ ആർ ഡാഷ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ഇത് ലെഫ്റ്റ് സൈഡ് അല്ലേ, അത് ക്ലോക്ക് വൈസിൽ തിരിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ വരും. ക്ലോക്ക് വൈസ് എൽ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ഇനി ഇത് ആന്റി ക്ലോക്ക് വൈസ് തിരിക്കുകയാണെങ്കിലോ, ആന്റി ക്ലോക്ക് വൈസ് തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ വരും, അത് എൽ ഡാഷ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കും. ഇനി മോളിൽ അപ്പർ സൈഡിൽ നമ്മൾ ക്ലോക്ക് വൈസ് തിരിക്കുക എന്ന് പറയുമ്പോൾ യു എന്ന് പറയും. ഇനി അത് ആന്റി ക്ലോക്ക് വൈസ് തിരിക്കുക എന്ന് പറയുമ്പോൾ നേരെ തിരിച്ച് ഇങ്ങനെ യു ഡാഷ് എന്ന് പറയും. ഓക്കെ, ഇനി അടിയിലുള്ള ഭാഗം ഡൗൺ സൈഡ്, അത് ക്ലോക്ക് വൈസ് തിരിക്കുക എന്ന് പറയുമ്പം ഇങ്ങനെ ഡി എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുക. ആന്റി ക്ലോക്ക് വൈസ് തിരിക്കുക എന്ന് പറയുമ്പോഴോ ഇങ്ങനെ ഡി ഡാഷ് എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ഓക്കെ, അപ്പോ നമ്മൾ മുകൾ ഭാഗത്ത് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ ലെയറിൽ മഞ്ഞ ഇവിടെ റെഡിയാക്കണം. അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആദ്യം മഞ്ഞയുടെ ഒരു പ്ലസ് ഉണ്ടാക്കണം. ഈ മഞ്ഞയുടെ പ്ലസ് ഉണ്ടാക്കുമ്പോൾ ഈ ശരിയായതൊന്നും പോകാനും പറ്റില്ല. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയെങ്കിലും പ്ലസ് ഉണ്ടാക്കിയാൽ പോരാ. അതുകൊണ്ടാണ് ഇവിടെ അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഇത് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഇവിടെ മഞ്ഞ എങ്ങനെയുള്ളത്, നടുക്ക് ഒരു മഞ്ഞുണ്ട്, ബാക്കി 4 കോർണറിലാണുള്ളത് അല്ലെ. കോർണറിൽ വന്നിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ മഞ്ഞ നടുക്ക് മാത്രമാണ്. ഇപ്പൊ 4 ദളങ്ങൾ, ഇവിടെ 4 പ്ലസ് അല്ലെ, ഈ പ്ലസ് രൂപത്തിലാണ് മഞ്ഞ ആദ്യം ആക്കേണ്ടത്. ഇപ്പൊ ഉള്ള ഷേപ്പ് എങ്ങനെയാ, നടുക്ക് മാത്രം മഞ്ഞുണ്ട്, ഈ പ്ലസിന്റെ രൂപത്തിൽ നടുക്ക് മാത്രമേ മഞ്ഞുള്ളൂ. ശരിയല്ലേ? ബാക്കിയുള്ളത് നമ്മളിപ്പോ ആക്കേണ്ട കാര്യമല്ല, അത് ശ്രദ്ധിക്കേണ്ട. അപ്പൊ പ്ലസ് ആക്കേണ്ടതിൽ നടുഭാഗത്ത് മാത്രമേ മഞ്ഞുള്ളൂ. അപ്പൊ നമ്മൾ ഒരു അൽഗോരിതം യൂസ് ചെയ്തിട്ട് ഇതിന്റെ ഷേപ്പ് ഒന്ന് മാറ്റാം. അത് യൂസ് ചെയ്യുന്ന അൽഗോരിതമാണ് എഫ് എന്ന് പറഞ്ഞാല്
ഫ്രണ്ട് ക്ലോക്ക് വൈസ് തിരിക്കുക. എഫ് ആർ എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ക്ലോക്ക് വൈസ് തിരിക്കുന്നു. യു എന്ന് പറഞ്ഞാൽ അപ്പർ സൈഡ് ക്ലോക്ക് വൈസ് തിരിക്കുന്നു. ഇനി ആർ ഡാഷ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് ആന്റി ക്ലോക്ക് വൈസ്. യു ഡാഷ് അപ്പർ സൈഡ് ആന്റി ക്ലോക്ക് വൈസ്. എഫ് ഡാഷ് ഫ്രണ്ട് സൈഡ് ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ഇങ്ങനെ തിരിക്കുമ്പോ നമ്മള് ഈ അടിഭാഗത്തുള്ള നമ്മളെ രണ്ട് ലെയറിൽ ഒരു വ്യത്യാസം വരില്ല. മുകളിൽ എന്ത് വന്നു, നമ്മുടെ പ്ലസ്സിൽ ചെറിയ ഭാഗങ്ങൾ ഇവിടെ വന്നു അല്ലെ, പ്ലസിന്റെ ചെറിയ ഭാഗങ്ങൾ വന്നു. ആ ഭാഗം എങ്ങനെയാണ് നോക്കുക, ഈ ഒരു ഷേപ്പ് ഒരു എൽ ഷേപ്പിലാണ് വന്നിട്ടുള്ളതെങ്കിൽ ഉണ്ടോ, ഒരു എൽ ഷേപ്പിലാണ് വന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ മറ്റൊരു അൽഗോരിതം ഇവിടെ യൂസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ യൂസ് ചെയ്ത് എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ് എന്നുള്ള ഫോർമുലയാണ് ഉപയോഗിച്ചത്. അതിൽ തന്നെ ചെറിയൊരു മാറ്റം, എഫ് ആർ യു എന്നുള്ളതിന് പകരം എഫ് യു ആർ യു ഡാഷ് ആർ ഡാഷ് എഫ്. ഇവിടെ ഏത് രൂപത്തിലാണെങ്കിൽ, ഇങ്ങനെ എൽ രൂപത്തിലാണെങ്കിൽ. ഓക്കെ, പിന്നെ വരിക നമുക്ക് ഇങ്ങനെ നേരെ വരും. അങ്ങനെ രണ്ട് രൂപത്തിലാണ് നമ്മളിവിടെ അൽഗോരിതം ഉപയോഗിക്കുന്നത്, അത് പഠിക്കാം. അപ്പൊ ഇവിടെ എൽ രൂപത്തിലാണ് വരുന്നതെങ്കിൽ നമ്മളിതാ ഇങ്ങനെ എല്ലിന്റെ ഒരു ദളം പുറകു വശത്തേക്കും ഈ എല്ലിന്റെ ഒരു ദളം ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് പിടിക്കാം. ഓക്കെ, ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതം എഫ് യു ആർ യു ഡാഷ് ആർ ഡാഷ് എഫ് ഡാഷ്. ഓക്കെ, ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് എന്തായി, ഒരു പ്ലസ് വന്നു അല്ലെ. അപ്പോൾ ചിലപ്പോ ഈ ടോപ്പ് ലെയർ ഇങ്ങനെയുള്ള രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അതായത് ഒരൊറ്റ മൈനസ് ചിഹ്നം പോലെ അല്ലെ, ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അപ്പൊ നമ്മൾ യൂസ് ചെയ്യേണ്ട അൽഗോരിതം, നേരത്തെ നമ്മൾ എന്ത് നോക്കി, ഈ ഷേപ്പിൽ എൽ ഷേപ്പിലുള്ള വന്നു കഴിഞ്ഞാൽ മഞ്ഞ വന്നു കഴിഞ്ഞാൽ നോക്കി. ഇപ്പൊ നമ്മൾ നോക്കുന്നത് നേരെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ അൽഗോരിതം യൂസ് ചെയ്തിട്ട് പ്ലസ് രൂപത്തിലാക്കാം എന്നുള്ളതാണ്. അത് നോക്കുക, ഇങ്ങനെ തന്നെ പിടിക്കാം. ഓക്കെ, ഒന്ന് വലതും ഇടതുമായിട്ട് പിടിക്കാം. ഓക്കെ, അതിന് എഫ് ആർ യു ആർ ഡാഷ് യു ഡാഷ് എഫ് ഡാഷ്. ഓക്കെ, ഇങ്ങനെ പിടിച്ചാ കണ്ടോ, ഇവിടെ ഒരു പ്ലസ് രൂപമായി. ഓക്കെ, ഇവിടെ നമ്മൾ പ്ലസ് ആക്കുന്നതിന് രണ്ട് തരത്തിലുള്ള അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്. അത് രണ്ടും ഏത് സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നുള്ളത് നോക്കിയിട്ട് വേണം ചെയ്യാൻ. ഒന്ന് ഈ എൽ ഷേപ്പിലുള്ളതും ഒന്നിങ്ങനെ നേരെ വരുന്നതും അല്ലെ, നോക്കിയിട്ട് അതൊന്ന് പഠിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനെ പ്ലസ് കിട്ടും. ഓക്കെ, നമുക്ക് മഞ്ഞയുടെ ഒരു പ്ലസ് മുകളിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നോക്കേണ്ടത് ഇതുപോലെ എഡ്ജ് പീസ്, ഇത് എഡ്ജ് പീസും ഇത് കോർണർ പീസും ആണല്ലോ. ഈ എഡ്ജ് പീസിന്റെ രണ്ടാമത്തെ കളറ്, മുകളില് മഞ്ഞ, അതിന്റെ സൈഡിലുള്ള കളറ് ആ സൈഡിലെ സെൻട്രൽ പീസുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ, ഇതിപ്പം എല്ലാം മാച്ച്ഡ് അല്ല, ഇത് ഓറഞ്ചും ചോപ്പും ആണ്. ഇവിടെ മഞ്ഞയുടെ ഇതിലെ സൈഡിലുള്ള ചോപ്പ്, അത് സെൻട്രൽ പീസ് ഇവിടെ നീലയാണ് വരുന്നത്. അതെല്ലാം ഒന്നും മാച്ച്ഡ് അല്ല. ഇവിടെ ഇപ്പൊ എന്ത് മാത്രമേ ഉള്ളൂ, പച്ച മാത്രമേ മാച്ച് ആയി കിടക്കുന്നുള്ളൂ. വേണമെങ്കിൽ ഒന്നുകൂടി ഒന്ന് തിരിച്ചു നോക്കിയിട്ട് രണ്ടെണ്ണം മാച്ച് ആണോ എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ഇവിടെ നീല മാച്ച് ആണ്, മഞ്ഞയുടെ അടുത്ത് കിടക്കുന്ന നീല ആ സെൻട്രൽ പീസുമായിട്ട് മാച്ച് ആണ്, ചുവപ്പും മാച്ച് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ എല്ലാ ഭാഗവും മാച്ച് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ശ്രമിക്കേണ്ടത്. ഓക്കെ, അപ്പൊ എല്ലാ ഭാഗത്തെയും ഈ എഡ്ജ് പീസ്, ഇതാണ് എഡ്ജ് പീസ്, എഡ്ജ് പീസിന്റെ മഞ്ഞയുടെ സൈഡിലുള്ള കളറ് ആ സൈഡിലുള്ള സെൻട്രൽ പീസുമായിട്ട് മാച്ച് ചെയ്യിപ്പിക്കണം. അത് നമ്മൾ രണ്ട് ഭാഗം ഇവിടെ മാച്ചായി വന്നു കഴിഞ്ഞാൽ ഈ
ഇങ്ങനെ പിടിക്കുക. വലത് ഭാഗത്ത് മാച്ചായി വന്ന ഭാഗങ്ങൾ ഒന്ന് വലത് ഭാഗത്തും ഒന്ന് ബാക്ക് സൈഡിലായിട്ട് പിടിക്കാം. ഓക്കെ, ഇത് ഫ്രണ്ട്, ഇത് ബാക്ക് സൈഡ്. അതാ ഇങ്ങനെയാണ് ഞാൻ പിടിച്ചത്. ഒന്ന് ബാക്ക് സൈഡിലായിട്ട് പിടിച്ചു, മറ്റേ ഭാഗം ഈ സൈഡിലും പിടിച്ചു. ഓക്കെ, ഈ രണ്ട് ഭാഗം മാച്ച് അല്ലാത്തതാണെങ്കിൽ, ഇപ്പോൾ ഒരു ഭാഗവും മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പിടിച്ച് ഈ അൽഗോരിതം യൂസ് ചെയ്യാം. എന്നിട്ട് രണ്ട് ഭാഗം മാച്ച് ആവും. മാച്ച് ആയി കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്യാം. ഓക്കെ, ആർ യു ആർ ഡാഷ് യു ആർ യു 2 രണ്ട് പ്രാവശ്യം ആർ ഡാഷ്. ഓക്കെ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം മാച്ച് അല്ലാത്ത രൂപത്തിലാണ് കാണുന്നതെങ്കിലും ഒന്ന് നമ്മൾ ആ പച്ചയുടെ ഭാഗത്തേക്ക് ഒന്ന് ഒപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം മാച്ചായി വരുന്നതാണ്. ഓക്കെ, ചുവപ്പ് എല്ലാം ഉള്ള ഈ എഡ്ജ് പീസ് ബാക്കിയുള്ള സൈഡിലെ സെൻട്രൽ പീസുമായിട്ട് മാച്ചായി. ഇനി നമുക്ക് ഈ കോർണർ പീസുകൾ മാത്രമേ ശരിയാക്കാനുള്ളൂ. കോർണറുള്ള ഭാഗം അല്ലെ, 3 കളേർഡ് കോർണർ പീസ് മാത്രം ശരിയാക്കിയാൽ നമ്മളെ ക്യൂബ് ശരിയായി. അപ്പോ ഇത് യഥാസ്ഥാനത്ത് തന്നെയാണോ കോർണർ പീസിൽ നിൽക്കുന്നത് നോക്കുക. ഈ കോർണർ പീസ് നിൽക്കുന്ന രണ്ട് സൈഡിലെ കളർ ഏതൊക്കെയാണ്? ഈ ഭാഗം ചുവപ്പ്, ഈ ഭാഗം നീല, പിന്നെ മുകളിൽ മഞ്ഞ. ഓക്കെ, അപ്പൊ ഇതില് മഞ്ഞ ഉണ്ട്. പിന്നെ വേണ്ടത് രണ്ട് കളർ ചുവപ്പും നീലയാണ് വേണ്ടത്. നീല ഉണ്ട്, ഇവിടെ ഓറഞ്ച് ആയിപ്പോയി അല്ലെ. അപ്പൊ ഇത് യഥാസ്ഥാനത്തല്ല നിൽക്കുന്നത്. അടുത്തത് നോക്കിയാലോ, പച്ച, ചുവപ്പ്, മഞ്ഞ. ഇവിടെ പച്ച ഉണ്ട്, മുകളിൽ ഓറഞ്ച് ഉണ്ട്, മഞ്ഞ അല്ലെ. അപ്പൊ ഇതിൽ ചുവപ്പില്ല. അപ്പൊ ഇത് യഥാസ്ഥാനത്തല്ല. ഇതില് ഓറഞ്ച്, പച്ച, മഞ്ഞ വേണ്ടിടത്തില് ചുവപ്പുണ്ട്, പച്ച ചുവപ്പ് ആവശ്യമില്ലാത്തതാണ് അല്ലെ. പച്ച ഉണ്ട്, മഞ്ഞ ഉണ്ട്, പക്ഷെ ഓറഞ്ച് ഇല്ല. അപ്പൊ ഇത് യഥാസ്ഥാനത്തല്ല. ഇതും യഥാസ്ഥാനത്തല്ല, ചുവപ്പ് ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഈ 4 കോർണർ ക്യൂബും യഥാസ്ഥാനത്തല്ല നിൽക്കുന്നത്. ആയിക്കോട്ടെ, അപ്പൊ നമുക്ക് ഇത് ഏതെങ്കിലും ഒരു ഭാഗം നമ്മുടെ ഫേസ് ആയിട്ട് പിടിക്കാം. അൽഗോരിതം ഇതാണ്: യു ആർ യു ഡാഷ് എൽ ഡാഷ് യു ആർ ഡാഷ് യു ഡാഷ് എൽ. ഓക്കെ, ഇങ്ങനെ ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? ഏതെങ്കിലും ശരിയായോ നോക്കാം. ഇവിടെ ഓറഞ്ച്, നീലയും ചുവപ്പ്, ഓറഞ്ച് ആവശ്യമില്ല, അപ്പൊ ഇത് റെഡി ആയില്ല. ഇവിടെ ചുവപ്പ്, നീല, പച്ച, ഇത് റെഡി ആയില്ല. ഇത് റെഡി ആയില്ലേ, പച്ച, ഓറഞ്ച്, മഞ്ഞ. അപ്പൊ ഈ കോർണർ പീസ് ശരിയായി. അപ്പൊ ഒരു കോർണർ പീസ് ശരിയായി. ശരിയായി പറഞ്ഞാൽ ഇത് ഇങ്ങനെ മഞ്ഞ മുകളിലോട്ടും ഓറഞ്ച് ഇങ്ങോട്ടും പച്ച ഇങ്ങോട്ടും കിട്ടണമെന്നില്ല കേട്ടോ. ഇത് എങ്ങനെയെങ്കിലും ഈ 3 കളറും ഇവിടെ ഈ കോർണറിൽ തന്നെ വന്ന് കിട്ടിയാൽ മതി. ബാക്കിയുള്ളത് നമുക്ക് മറ്റൊരു അൽഗോരിതം യൂസ് ചെയ്തിട്ടാണ് ശരിയാക്കുന്നത്. അപ്പൊ ഇവിടെ ഓൾറെഡി ഇത് വന്ന് റെഡി ആയി കിടക്കുന്നുണ്ട്. എന്തായാലും പിന്നെ ബാക്കി 3 കോർണറും ശരിയായിട്ടില്ല. കോർണറിൽ ഈ ഇതില് എങ്ങനെയെങ്കിലും മുകളിലാണെങ്കിലും താഴെ ആണെങ്കിലും ഒക്കെ ഓറഞ്ചും നീലയും മഞ്ഞയും വന്ന് കിട്ടിയാൽ മതിയായിരുന്നു. മഞ്ഞ ഈ ഭാഗത്തേക്ക് ആയാലും കുഴപ്പമില്ലായിരുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും ആ കോർണർ പീസ് ഇവിടെ എത്തിയാൽ മതിയായിരുന്നു. പക്ഷെ അതും എത്തിയിട്ടില്ല. ഈ 3 എണ്ണം എത്തിയിട്ടില്ല, അവിടെ അത് മാത്രമേ എത്തിയിട്ടുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ചാല് ഈ കോർണർ പീസ് ഇവിടെ നമ്മൾ ഈ വലത് ഭാഗത്ത് മുമ്പോട്ടായിട്ട് പിടിക്കാം, ശരിയായത്. അങ്ങനെ പിടിച്ചിട്ട് വീണ്ടും നമ്മൾ ഈ പറഞ്ഞ അൽഗോരിതം യൂസ് ചെയ്യാം. യു ആർ യു ഡാഷ് എൽ ഡാഷ് യു ആർ ഡാഷ് യു ഡാഷ് എൽ. ഓക്കെ, അങ്ങനെ ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? ഇപ്പൊ നേരത്തെ ഉള്ളത് തന്നെ ഇവിടെ നീല ചുവപ്പാണ് അല്ലെ, അത് ശരിയായില്ല. ഇപ്പോഴും ശരിയായിട്ടില്ല അല്ലെ. ഇവിടെ നീല വന്നിട്ടുണ്ട്, ഇവിടെ ചുവപ്പും പച്ചയാണ് വേണ്ടത്. അപ്പൊ ഒന്നും കൂടി ആ അൽഗോരിതം യൂസ് ചെയ്യാം. യു ആർ യു ഡാഷ് എൽ ഡാഷ് യു ആർ ഡാഷ് യു ഡാഷ് എൽ.
അപ്പൊ നോക്കിക്കഴിഞ്ഞാല് ചുവപ്പ് പച്ച മഞ്ഞ ഇവിടെ റെഡിയായി, ഓറഞ്ച് പച്ച മഞ്ഞ റെഡിയായി, നീല ഓറഞ്ച് മഞ്ഞ. ഓക്കെ, ഈ ഭാഗത്ത് ഈ കോർണറിൽ വേണ്ട പീസ് തന്നെയാണ്, അത് റെഡിയായി. കറക്റ്റ് ആക്കുന്നത് നമുക്ക് ചെയ്യാം. ചുവപ്പ് നീല മഞ്ഞ അതും റെഡിയായി. ഓക്കെ, അപ്പൊ ഈ ക്യൂബ് ഒന്ന് നോക്കൂ, ഇതിന്റെ എല്ലാ കോർണർ പീസും ശരിയായി തന്നെയാണ് കിടക്കുന്നത്. നീല ചുവപ്പ് മഞ്ഞ അല്ലെ, ചുവപ്പും നീല ഈ സൈഡിലും മുകളിൽ മഞ്ഞയും വേണ്ട ഈ കോർണറിൽ തന്നെ വരേണ്ട പീസാണിത്. ഇതും ഈ കോർണറിൽ തന്നെ വരേണ്ട പീസാണ്. പക്ഷെ ഫേസ്, ഇതിന്റെ ഫേസ് തെറ്റാന്നേ ഉള്ളൂ അല്ലെ. ഒന്ന് ഫേസ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് തിരിയേണ്ടതുണ്ട്. ഇതിന്റെ നോക്കൂ, ഓറഞ്ച് ഈ ഭാഗത്തേക്ക് വരണം, പച്ച ഈ ഭാഗത്തേക്ക് വരണം, മഞ്ഞ മുകളിലോട്ട് വരണം. ഇത് നിൽക്കുന്നത് കറക്റ്റ് സ്ഥലത്ത് തന്നെയാണ്. അത് നേരത്തെ നമ്മൾ ശരിയാക്കിയതിൽ രണ്ടെണ്ണം യഥാവിധി വന്നിരുന്നു, ഞാൻ ഒന്ന് മാറ്റി ചെയ്തതാണ്. ലാസ്റ്റ് സ്റ്റെപ്പ് കൂടുതലൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇനി ഓരോ ഭാഗത്തെ ഫേസും നമ്മൾ കറക്റ്റ് കോർണർ പീസും അത് അവിടെ വെച്ചൊന്ന് തിരിച്ച് യഥാവിധി ആക്കാൻ പോവാണ്. ഒരു കോർണറിന്റെ ഫേസും ശരിയാവാത്തതുകൊണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും പിടിക്കാം. പിടിച്ചിട്ട് ഇനി പറയുന്ന അൽഗോരിതം ഉപയോഗിക്കാം. ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി. ആ കോർണർ പീസ് ശരിയാകുന്നത് വരെ ഇത് ഉപയോഗിക്കണം. ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി ശരിയായിട്ടില്ല. ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി. ഇപ്പൊ നോക്കൂ, നമ്മുടെ ഈ കോർണർ പീസ് ഫേസ് അത് യഥാവിധി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഈ പിടിച്ച ഭാഗം ഇങ്ങനെ തന്നെ വെച്ചിട്ട് മുകളിലത്തെ ലെയർ ഒന്ന് തിരിക്കാം. ഈ അടിയിലുള്ള ഈ കളർ ചേഞ്ച് ആയത് നോക്കണ്ട, അവസാനത്തേക്ക് റെഡി ആയിരിക്കും. ഇനി നമുക്ക് ഈ കോർണർ പീസ് ആണ് ശരിയാക്കാനുള്ളത്. അപ്പൊ നേരത്തെ നമുക്ക് കിട്ടിയതിൽ ഒന്ന് യഥാവിധി ആയി വന്നിട്ടുണ്ടായിരുന്നെങ്കിലും നമ്മൾ അന്നോ പിടിക്കേണ്ട രീതി ഇതാണ്. ശരിയാവാനുള്ളത് ഈ വലതു ഭാഗത്തെ കോർണറിലായിട്ട് പിടിക്കണം. ഓക്കെ, അപ്പൊ ഇനി ഇതാണ് ശരിയാക്കാനുള്ളത്. അത് നോക്കുക, അതേ അൽഗോരിതം തന്നെ, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി. ഓക്കെ, അതും കോർണർ പീസ് മഞ്ഞ മുകളിലോട്ടായി വന്നു. ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം, മുകളിലത്തെ ലെയർ തിരിച്ചിട്ട് ഇതാ ഇവിടെയാണ് റെഡിയാക്കാനുള്ളത്. ഇത് മൊത്തത്തിൽ ഇങ്ങനെ തിരിക്കുന്നില്ല, മുകളിലത്തെ ലെയർ മാത്രമേ തിരിച്ചു കൊണ്ടുവന്നത് കേട്ടോ, അത് ശ്രദ്ധിക്കണം. വീണ്ടും നമ്മൾ അൽഗോരിതം യൂസ് ചെയ്യുന്നു. ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി ശരിയാവുന്നത് വരെ ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി. ഈ അവസാനത്തെ ഡി ഇങ്ങോട്ട് തിരിക്കണേ, എന്നിട്ട് നോക്കാം. അപ്പൊ ഇത് മഞ്ഞ മുകളിൽ വന്നിട്ട് അതും ശരിയായി വന്നു. ഇനി ഒറ്റ കോർണർ പീസും കൂടിയാണുള്ളത്. അത് നമ്മൾ എന്താ ചെയ്യേണ്ടത്, മൊത്തത്തിൽ ഇങ്ങനെ തിരിക്കുകയല്ല ചെയ്യേണ്ടത്. ഓക്കെ, ആ മുകളിലത്തെ ലെയർ മാത്രം ഇങ്ങോട്ട് തിരിച്ചിട്ട് നമ്മുടെ വലതു ഭാഗത്താക്കി വെക്കുക. ഓക്കെ, വീണ്ടും അൽഗോരിതം യൂസ് ചെയ്യുന്നു. ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി, ആർ ഡാഷ് ഡി ഡാഷ് ആർ ഡി. ഓക്കെ, അപ്പൊ ആ ഇതും ശരിയായി. ഇനി എന്ത് ചെയ്താൽ മതി, ഈ മുകളിലത്തെ ലെയർ ഒന്നും കൂടി ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ക്യൂബിന്റെ എല്ലാ ഭാഗവും കറക്റ്റ് ആയിട്ട് വന്നത് കാണാം. ഓക്കെ.